السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين رضي الله عنهم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله اشترى من المؤمنين أموالهم وأنفسهم بأن لهم الجنة. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم: الصحابي كالنجوم وبأيهم اقتديتم نبي محمد المصطفى وجاهدوا بأموالهم وباعوا نفوسهم لدين الهدى في كل موطن غزوتي صلاة وتسليم. وعلموا أمة سيدنا ومولانا محمد. ആദരണീയരായ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇത്രയും ദിവസക്കാലം നോട്ടതായ നോമ്പ്, നാം ഓതിയതായ ഖുർആൻ പാരായണവും, നാം ചൊല്ലിയ ദിക്റുകളും സലാത്തുകളും ഇസ്തിഗ്ഫാറുകളും നാം ചെയ്ത ദാനധർമ്മങ്ങളും എല്ലാം നാഥനായ റബ്ബ് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും വീഴ്ചകളും പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചു പോയെങ്കിൽ കരുണാവാദിനിയായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ രണ്ടാമത്തെ പത്തിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പത്ത് എന്ന് പറയുന്നത് ഇത് പാപമോചനത്തിന്റെ 10 ദിനരാത്രങ്ങളാണ്. 10 ദിവസം അല്ലാഹു തആല റഹ്മത്തിന്റെ 10 നമുക്ക് നൽകി 240 മണിക്കൂറുകളും 14,400 മിനിറ്റുകളും നമുക്ക് കഴിഞ്ഞ 10 ദിവസങ്ങളിലായി നഷ്ടപ്പെട്ടു പോയി. ഈ 240 മണിക്കൂറുകളിൽ ദുന്യവിയായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും സമൂഹമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുമെല്ലാം നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ സമയങ്ങളുമെല്ലാം ചിലവഴിച്ചവരാണ് നാം ഓരോരുത്തരും. ഇവിടെ നാം ചിന്തിക്കേണ്ടതും നാം ഒന്ന് ആത്മപരിശോധന നടത്തേണ്ടതും ഈ റഹ്മത്തിന്റെ 10 ദിനരാത്രങ്ങൾ നമ്മളോട് നഷ്ടപ്പെട്ടു പോയപ്പോൾ 240 മണിക്കൂറും 14,400 മിനിറ്റുകൾക്കുമിടയിൽ സ്വന്തം ശരീരത്തിന് വേണ്ടിയും സ്വന്തം നഫ്സിന് വേണ്ടിയും സ്വന്തം നാളെ മീസാനിൽ ഭാരം തൂങ്ങാൻ വേണ്ടിയും എത്രമാത്രം ഇബാദത്തുകളും കർമ്മങ്ങളും ദാനധർമ്മങ്ങളും മറ്റുമൊക്കെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായി, എന്റെയും ജീവനുടെയും അക്കൗണ്ടിലേക്ക് ബാലൻസ് ആയി എന്ന് ഈമാനുള്ള മുഅ്മിനീങ്ങളെ നാം ഒരു പരിശോധന നടത്തുക. അങ്ങനെ റഹ്മത്തിന്റെ 10 ദിവസങ്ങൾ പോയി. മഗ്ഫിറത്തിന്റെ പാപമോചനത്തിന്റെ 10 ദിവസങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ 10 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റുള്ള ദിവസങ്ങൾ അല്ലാഹു തആല റഹ്മത്ത് ചെയ്യത്തില്ലേ, അല്ലെങ്കിൽ മറ്റുള്ളതായ ദിവസങ്ങളിലും മാസങ്ങളിലും അല്ലാഹു തആല പാപങ്ങൾ പുറത്തു തരത്തില്ലേ എന്ന് ആരും ധരിക്കണ്ട. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഗഫൂറാണ്, അവൻ റഹീമാണ്. അവൻ പാപങ്ങൾ പൊറുക്കുന്നവനും അവൻ കരുണ ചെയ്യുന്നവനുമാണ്. തീർച്ചയായും അടിമകൾക്ക് അവൻ പുറത്തു തരും. പക്ഷേ ഈ 10 ദിവസങ്ങൾ റമദാനിലെ 30 ദിവസങ്ങൾ എന്ന് പറയുന്നത്
അത് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ ചെയ്യുകയും പാപങ്ങൾ പൊറുക്കപ്പെടുകയും നരകമോചനം തേടി നടത്തപ്പെടുകയും ഒക്കെ ചെയ്യുന്ന പ്രത്യേകമായ ദിനരാത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ 24, അതായത് 240 മണിക്കൂറിൽ 10 ദിവസങ്ങൾ പരിശോധിക്കുമ്പോൾ 24 മണിക്കൂർ വെച്ച് 10 ദിവസം 240 മണിക്കൂറാണ് അല്ലെ. 240 മണിക്കൂറിൽ 14,400 മിനിറ്റുകളിലുമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയതായ അപരാധങ്ങളും ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയതായ നന്മകളും ഒരാത്മപരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നന്മയുടെ ഭാരമായിരിക്കുകയില്ല, നന്മയുടെ ത്രാസ് ആയിരിക്കുകയില്ല തൂക്കം കൂടുന്നത്, മറിച്ച് തെറ്റുകളുടെയും കുറ്റങ്ങളുടെയും കൂമ്പാരമാകുന്ന ത്രാസിനായിരിക്കും ഭാരം തൂങ്ങുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പാപമോചനത്തിന്റെ 10 ദിവസങ്ങളിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിക്കുമ്പോൾ ഇന്ന് വിശുദ്ധമായ റമദാൻ നോമ്പ് 13 നാം ഓരോരുത്തരും ചിന്തിക്കണം. നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കേണ്ട മാസമാണ് വിശുദ്ധമായ റമദാൻ. നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയേണ്ട മാസമാണ് വിശുദ്ധമായ റമദാൻ. നമ്മൾ വന്നുപോയ വൈകല്യങ്ങളും കുറ്റങ്ങളും തെറ്റുകളുമെല്ലാം നാഥനായ റബ്ബിന്റെ മുമ്പിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് വിങ്ങുന്ന ഹൃദയത്തോടുകൂടി അതരങ്ങളിലോട് അല്ലാഹുവിനോട് പറയേണ്ട മാസമാണ് വിശുദ്ധമായ റമദാൻ. ഈ റമദാൻ നമ്മളിലേക്ക് സമാഗതമായി ആ വിശുദ്ധമായ റമദാന്റെ 30 ദിവസങ്ങളും നമ്മളോട് യാത്ര പറഞ്ഞു പോയി കഴിയുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും കൈവിരൽ കടിച്ചതുകൊണ്ട് കഥയില്ല. ദിവസങ്ങൾ ഓരോന്നും ഇങ്ങനെ വളരെ ശീഘ്രം ഞാനും നിങ്ങളും കണ്ണടച്ച് തുറക്കുന്നത് പോലെയാണ് ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോയ ദിവസങ്ങളെയൊക്കെ എനിക്കും നിങ്ങൾക്കും തിരിച്ചു കിട്ടുകയില്ല എന്നുള്ളതായ ഒരു ബോധം കൂടി എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഈ പാപമോചനത്തിന്റെ, പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ പര്യാപ്തമാകുന്ന ഈ 10 ദിവസങ്ങളിൽ നാം അറിഞ്ഞു ചെയ്ത പാപങ്ങളുണ്ട്, അറിയാതെ ചെയ്ത തെറ്റുകളുണ്ട്, മനഃപൂർവ്വം ചെയ്ത തെറ്റുകളുണ്ട്, മനുഷ്യന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ചെയ്ത തെറ്റുകളുണ്ട്, സ്വമേധയാ നാമൊക്കെ അറിഞ്ഞുകൊണ്ട് പോലും ചെയ്ത തെറ്റുകളുണ്ട്. ഈ തെറ്റുകളിലേക്ക് ഞാനും നിങ്ങൾക്കും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ആ തെറ്റുകളൊക്കെ നാഥനായ റബ്ബ് എന്നോട് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ട് ആ പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സമയം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഇത്രമാത്രം തെറ്റുകൾ ചെയ്തിട്ടും നാഥനായ റബ്ബിനെ മറന്നുകൊണ്ട് ജീവിച്ചിട്ടും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്കെതിരെ പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ട് നാഥനായ റബ്ബിന്റെ ശിക്ഷ ഇറങ്ങുന്നില്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. നമുക്കറിയാം, മുൻഗാമികളുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഭൂമി വിഴുങ്ങിയതായ ജനസമൂഹത്തെ എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കും. തീക്കാറ്റുകളും തീമഴകളും കൊണ്ട് അല്ലാഹു തആല പരീക്ഷിച്ചതായ വിഭാഗത്തെ എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കും. ഓരം മറിക്കലുകളും ഒക്കെ നടന്ന സംഭവങ്ങൾ എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കും. പക്ഷേ ഇന്നും അല്ലാഹുവിന്റെ നിയമങ്ങൾക്കും അവന്റെ നിർദ്ദേശങ്ങൾക്കും എതിര് പ്രവർത്തിച്ചിട്ട് വിശുദ്ധമായ റമദാന്റെ ഓരോ ദിവസങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നിട്ട് ആ വിശുദ്ധമായ റമദാനെ വേണ്ടതുപോലെ സ്വീകരിക്കുകയും ആചരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാതെ ആ വിശുദ്ധമായ റമദാനിൽ അല്ലാഹു തആല എന്നോടും നിങ്ങളോടും പറഞ്ഞതായ ആ പെരുമര, അതായത് വാഗ്ദാനങ്ങളുടെ പെരുമര ഇങ്ങനെ ചൊല്ലി തന്നിട്ടും അത് വാങ്ങിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകാതിരിക്കുമ്പോൾ നമ്മളെക്കാളും നിർഭാഗ്യവാന്മാർ, ഭാഗ്യദോഷം കെട്ടവർ വേറെ ആരുണ്ട് എന്ന് ഒരു വേള പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളോട് ചിന്തിക്കുക. അങ്ങനെ പാപങ്ങൾ പൊറുപ്പിക്കാൻ പര്യാപ്തമാകുന്ന ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ വിശുദ്ധമായ റമദാന്റെ ഇടയിലെ 10 മഹത്തായ ഇസ്ലാമിക ചരിത്രത്തിലെ തുല്യതയില്ലാത്ത യുദ്ധം നടന്നത്, പരിശുദ്ധമായ ബദർ. ആ ബദർ യുദ്ധം നടന്നതും പരിശുദ്ധമായ ഈ റമദാന്റെ ഈ ഇടയിലെ 10 റമദാൻ 17 നമുക്കറിയാം, വിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും ഒരു യുദ്ധത്തിനെ ആഗ്രഹിച്ചിരുന്നില്ല. ഇന്ന് പറയുന്നുണ്ട് ഭീകരവാദികൾ, തീവ്രവാദികൾ എന്നൊക്കെ പറയുമ്പോഴും വിശുദ്ധമായ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരവും അതിന്റെ പൈതൃകവും മനസ്സിലാക്കാതെ കണ്ട്
ആരിഫിനെ പോലെയുള്ളതായ നിരീശ്വരവാദികൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദൂതുമായി കടന്നു വന്ന ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്ദരമായ ഒരു ആശയവും ആദർശവുമാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്തിന് മുമ്പിലേക്ക് വെച്ചത്. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഥമമായ യുദ്ധമാണ് ബദർ എന്ന് പറയുന്നത്. ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ആദ്യ സാഹചര്യം വന്നപ്പോൾ അല്ലാഹുവിന്റെ കൽപ്പന എന്തായിരുന്നു? നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നു എങ്കിൽ മാത്രമേ നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. അങ്ങോട്ട് പോയി നിങ്ങൾ യുദ്ധം ചെയ്യരുത്. ആ യുദ്ധം ചെയ്യാൻ പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവരുടെ വീടുകളിൽ കുട്ടികളുണ്ടാകും, സ്ത്രീകളുണ്ടാകും, വൃദ്ധന്മാരുണ്ടാകും, ഫലം കായ്ക്കുന്നതായ മരങ്ങളുണ്ടാകും, ഈത്തപ്പഴങ്ങളുണ്ടാകും. പക്ഷേ അതൊന്നും നിങ്ങൾ നശിപ്പിച്ച് കളയരുത് എന്നുള്ളതായ ഒരു നിർദ്ദേശമാണ് വിശുദ്ധമായ ഇസ്ലാം അന്ന് നൽകിയത്. എന്തുകൊണ്ട് ഇന്ന് 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് മഹാന്മാരായ ബദരീങ്ങളെ ഞാൻ നിങ്ങൾ സ്മരിക്കുന്നു എന്ന് വെക്കുമ്പോൾ ആ മഹാന്മാരായ ബദരീങ്ങളുടെ ആദർശം, അവരുടേതായ ധീരത എനിക്കും നിങ്ങൾക്കും എന്നും ഖിയാമത്ത് നാൾ വരെയും പാഠമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് വിശുദ്ധമായ ആ ബദർ യുദ്ധം നടന്നതും ഈ വിശുദ്ധമായ റമദാൻ 17-നാണ്. നമുക്കറിയാം, ശത്രു സമൂഹത്തെ പറ്റി ഞാനും നിങ്ങൾ പരിശോധിക്കുമ്പോൾ 1000-ഓളം ഉന്നതമായ ശത്രു സമൂഹമാണ് ഇരിക്കുന്നത്. അവരുടെ കയ്യിൽ ധാരാളം പടക്കോട്ടുകളും പടച്ചട്ടകളും പടയങ്കികളും ആയുധങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ നോമ്പ് നോറ്റതായ, പട്ടിണി കിടക്കുന്ന, ദാഹജലം വെള്ളം കുടിക്കാത്ത, ഒട്ടിയ വയറുമായിട്ട് 313 സഹാബികള് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ആ ബദറിന്റെ രണാങ്കണത്തിലേക്ക് സഹാബത്ത് കുതിച്ചു ചാടിയത് അവരെന്തെങ്കിലും ദുനിയവിയായ നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടായിരുന്നില്ല. അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർക്ക് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് മക്കളുണ്ടായിരുന്നു, കച്ചവടച്ചരക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും അതിനെ മുകളിലേക്ക് എടുത്തില്ല, അതിന് പ്രാധാന്യം നൽകിയില്ല. പക്ഷേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ അടുക്കളത്തിലേക്ക് പോകണമെന്നുള്ളതായ പ്രഖ്യാപനം വന്നപ്പോൾ സ്വന്തം ഭാര്യമാരെയും സ്വന്തം മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും സ്വന്തം മുതലുകളും സ്വന്തം വീടുകളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തവും അവന്റെ തൃപ്തിയും മാത്രം കാംക്ഷിച്ചുകൊണ്ട് പടച്ചട്ടയണിയാതെ, അതായത് 313ഓളം വരുന്ന നിരാഡംബരായ ആയുധങ്ങളില്ലാത്ത വെറും 70 ഒട്ടകങ്ങളും 3 കുതിരകളും 60 അങ്കികളും മാത്രമുള്ള മുസ്ലിം സമൂഹം ആ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോയി ശത്രുക്കളോട് യുദ്ധം ചെയ്തത് ഈ വിശുദ്ധമായ റമദാൻ 17-നാണ്. എന്താണ് അവർ വിലയ്ക്ക് വാങ്ങിയത്? അവർ പകരം വാങ്ങിയത് എന്താണ്? വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നു, ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും വഅൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഇന്ന് ദുനിയവിയായ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ നിന്നും ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്കിനെ പോലും ചെവി കൊടുക്കാതെ കണ്ട് ഞാൻ നിങ്ങളും പരക്കം പായുന്നവരാണ്. നമ്മുടെ കച്ചവട സാമഗ്രികൾക്ക് കോട്ടം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഓരോ ദിവസവും ഞാനും നിങ്ങളും ഇറങ്ങിപ്പോയില്ല എങ്കിൽ നമ്മുടെ വീടുകൾ ചിലപ്പോൾ തീ പുകയുകയില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പക്ഷേ മഹാന്മാരായ സ്വഹാബത്ത് അങ്ങനെ ആയിരുന്നില്ല. അല്ലാഹു തആല തന്നെ അവരെ പറ്റി പറയുന്നു, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു തആല ഇസ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും വഅൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു തആല അവർക്ക് പകരം കൊടുത്തത് സ്വർഗ്ഗമാണ്. എന്നിട്ട് പറയുന്നു, വാങ്ങിച്ചത് എന്താണ്? അവരുടെ മുതലുകളും അവരുടെ ശരീരങ്ങളെയും അല്ലാഹു തആല വിലക്ക് വാങ്ങിയിട്ട് ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് അല്ലാഹു തആല പകരമായി കൊടുത്തത് സ്വർഗ്ഗമാണ്. ആ സ്വർഗ്ഗത്തിലെ പച്ചത്തത്തകളെ പോലെ പാറിക്കളിക്കാൻ വേണ്ടി നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ആ പച്ചപ്പറകളെ പോലെ പാറിക്കളിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ ഉല്ലസിക്കാൻ വേണ്ടി ആ മഹാന്മാരായ സ്വഹാബത്ത് തന്റെ ഭാര്യമാരെ ഉപേക്ഷിച്ചുകൊണ്ട്, സ്വന്തം മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട്, തന്റെ ധനങ്ങളും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധമായ ദീനിന് വേണ്ടി അടുക്കളത്തിലേക്ക് പോയി. അന്ന് ആ ബദർ യുദ്ധം ഉണ്ടായിരുന്നില്ല എങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് എനിക്കും നിങ്ങൾക്കും നാഥനായ റബ്ബിനെ സത്താംഗം ചെയ്യുവാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ഉണ്ടാകുമായിരുന്നില്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ടെന്റ് കെട്ടിയിട്ട് ആ ടെന്റിനകത്ത് ഇരുന്നുകൊണ്ട് വെറും 313 പേരാണ് സ്വഹാബത്ത്. അപ്പുറത്ത്
1000-ഓളം എന്ന് 3 ഇരട്ടിയുണ്ട്. ആ 1000-ഓളം എന്ന ശത്രു സമൂഹത്തിന്റെ മുമ്പിലേക്ക് എങ്ങനെയാണ് ഈ 313 പേര് വിജയം വരിക്കുന്നത് എന്നുള്ളതായ ആ ചിന്ത സഹാബത്തിന്റെ മനസ്സിൽ വന്നില്ല, റസൂലുള്ളാഹിന്റെ മനസ്സിലും വന്നില്ല. കാരണം എന്താണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ 1000-ഓളം എന്ന സമൂഹത്തോട് മല്ലടിക്കാൻ ഇപ്പുറത്ത് 313 പേര് വന്നപ്പോൾ അവരുടെ കയ്യിൽ വലിയ ഒരു ആയുധം ഉണ്ടായിരുന്നു. അത് പടക്കോപ്പും പടച്ചട്ടയും പടയങ്കിയും പീരങ്കിയുമായിരുന്നില്ല. തന്റെ ഹൃദയങ്ങൾ കൊണ്ട് വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തില് അങ്ങനെ ഉടമൂലമായി വിശ്വസിക്കുന്ന ആ ഈമാനികമായ ആവേശമാണ് അവരെ ആ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പറഞ്ഞയച്ചത് എന്ന് ഇന്നും 1400 വർഷങ്ങൾക്ക് ശേഷവും ഞാനും നിങ്ങളും മഹാന്മാരായ ബദരീങ്ങളെ പറ്റി പറയുമ്പോൾ ആ ബദരീങ്ങൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ എനിക്കും നിങ്ങൾക്കും പാഠമുണ്ട്. ഞാൻ നിങ്ങൾ സ്മരിക്കണം. ബദരീങ്ങളെ ചരിത്രം മാത്രം പറയുകയും കേൾക്കുകയും ചെയ്താൽ പോരാ. യുവത്വത്തിന്റെ പ്രതീകമായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത്. അവർ എല്ലാം തിരിച്ചുകൊണ്ടാണ് അവർ ഇറങ്ങിയത്. പക്ഷേ ഇന്ന് നമ്മുടെ യുവത്വത്തിന്റെ പ്രസരിപ്പ്, ആ യുവാക്കളുടെ അവസ്ഥ പരിശോധിച്ചു നോക്കിയാൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഓരോ ദിവസവും ഞാനും നിങ്ങളും പത്രവാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ അവസ്ഥയാണ് എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട്? ഈമാനില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാനില്ല. ഇന്ന് MDMന്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും അടിമകളായി മാറിയിട്ട് അമ്മയും മകനും കൂടി വിൽപ്പന നടത്തിയിരുന്നതായ കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടേതായ മക്കളിലേക്ക് ധാർമ്മികമായ ബോധം ഉണ്ടാകണം. ഈ ഇടയ്ക്ക് ഞാനൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ, ഇന്ന് വിശുദ്ധമായ റമദാൻ 13 പക്ഷേ നമ്മുടെ മക്കളുടെ പരീക്ഷയൊക്കെ നടക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളുടെ പരീക്ഷയുടെ പേരും പറഞ്ഞുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. പരീക്ഷയുടെ പേരും പറഞ്ഞുകൊണ്ട് നമ്മുടെ യുവത്വത്തിന്റെ പ്രതീകമാകുന്ന, നമ്മുടെ അഭിമാനമാകുന്ന നമ്മുടെ കുഞ്ഞു മക്കൾ എത്ര പേര് കൃത്യമായി നിസ്കരിക്കുന്നുണ്ട് എന്ന് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഒരു വേള എന്ന് ചിന്തിച്ചു നോക്കണം. നാം പരീക്ഷയുടെ പേര് പറയുകയാണ്. പക്ഷേ ആ പരീക്ഷയിൽ വിജയിപ്പിക്കേണ്ടത് ആരാണ്? ആ പരീക്ഷയ്ക്ക് ഒരു ആൻസർ എഴുതാൻ ഓർമ്മ കൊടുക്കേണ്ടത് ആരാണ്? നമ്മളെ. പക്ഷെ നമുക്ക് വിജയിക്കണ്ടേ? നമുക്ക് ആ ദുനിയാവ് മാത്രം മതിയോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ? രാത്രിയിലൊന്നും പരീക്ഷകളില്ലല്ലോ. 1 മണിക്കൂറെങ്ങാനും അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിലേക്ക് ഇബാദത്ത് ചെയ്താൽ ആ പഠനത്തിൽ വല്ല വിഘ്നത സംഭവിക്കുമോ? പക്ഷേ ആ പഠിക്കുക എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ഇന്ത്യന്റെയും നിങ്ങളുടെയും കയ്യിൽ സുലഭമായി ഏത് സമയത്തും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതായ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മയും മനസ്സിലാക്കുന്നില്ല. അവൻ പഠിക്കുകയല്ല, ആ പള്ളിയിൽ പോകേണ്ട സമയത്തും അവൻ വീട്ടിലിരുന്നുകൊണ്ട് മൊബൈലിലൂടെ മറ്റുള്ളതായ ആ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധം പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയാതിരിക്കാൻ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ, അവരുടെ റൂട്ടുകൾ, അവരുടെ പോക്കുകൾ, അവരുടേതായ കൂട്ടുകെട്ടുകൾ, അവരുടെ ചലനങ്ങൾ, അവരുടെ നിശ്ചലനങ്ങൾ, അവരുടെ സഹവാസങ്ങൾ എല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി നാം പരിശോധിക്കണം. നാം അവരെ പരീക്ഷിക്കണം, നാം അവരെ വാച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാളെ ഞാനും നിങ്ങളും കൈകഴിക്കേണ്ട ഒരു സാഹചര്യം വരാൻ പാടില്ല. നാഥനായ റബ്ബ് നമ്മുടെയൊക്കെ മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹത്യങ്ങളുമാക്കി തരുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ പദന്തരണാങ്കണത്തിലേക്ക് പോയത് യുവത്വമുള്ളവരാണ്. ആ യുവാക്കൾക്കല്ലേ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുന്ന 7 വിഭാഗം ആൾക്കാരെ പറ്റി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ എണ്ണി പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹി, യുവാക്കന്മാർക്ക് നാളെ സ്വർഗ്ഗമുണ്ട് കേട്ടോ. ആ സ്വർഗ്ഗത്തിൽ അർശിന്റെ തണലുണ്ട് കേട്ടോ. ആരാണ്? അല്ലാഹുവിന്റെ ഇബാദത്തിലായി ജീവിച്ച യുവാക്കന്മാരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ അർശിന്റെ തണലുണ്ട് എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതുകൊണ്ട് അർശിന്റെ തണൽ വേണമെന്നാണ് നാം ഒക്കെ ആഗ്രഹിക്കുന്നത്. സ്വർഗം വേണമെന്നാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്, കൊതിക്കുന്നത്. നരകത്തിലേക്ക് പോകാൻ ആരും തയ്യാറാകുന്നില്ല. നരകമെന്ന് കേൾക്കുമ്പോൾ തന്നെ, നാം തീ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയമാണ്, നമുക്ക് ബേജാറാണ്. പക്ഷേ ദുനിയാവിലെ ചൂട് പോലും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ എനിക്കും നിങ്ങൾക്കും സഹിക്കാൻ പറ്റുന്നില്ല. മിഹ്റാബിൽ നിന്ന് നിസ്കരിക്കുന്ന എനിക്ക് 2 ഫാനാണ്. കാരണം എന്താ? ദുനിയാവിലെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. നാളെ അർശിന്റെ, നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ വെച്ച് ഈ കോടാനുകോടികളുടെ ജനസമൂഹത്തെ ആ മഹ്ശറ മൈതാനിൽ ഒരുമിച്ച് നിർത്തുമ്പോൾ ഒറ്റച്ചാൻ ദൂരത്തിൽ തലയ്ക്ക് മേലെ കത്തിക്കാളുന്ന സൂര്യൻ ഉദിക്കുമ്പോൾ
മനുഷ്യൻ ഓരോരുത്തരും അവരുടെ വിവാദത്തുകളുടെ അമലുകളുടെ കർമ്മഫലം അനുസരിച്ചുകൊണ്ട് വിയർപ്പിനിങ്ങനെ മുങ്ങിക്കുളിക്കുമ്പോൾ അവിടെ രക്ഷിക്കാൻ, അവിടെ ഒരു സമാധാനത്തിന്റെ ദൂത് നൽകാൻ, അവിടെ ഒന്ന് കൈപിടിച്ചുകൊണ്ട് രക്ഷിക്കാൻ, ഒരു കുടയൊന്ന് ചൂടിത്തരാൻ ആർക്കാണ് സാധിക്കുന്നത്? ഒരിക്കലുമല്ല. അവിടെ ഒരേ ഒരു കുട മാത്രമാണുള്ളത്. അത് അർശിന്റെ തണലാണ്. ആ അർശിന്റെ തണല് കിട്ടുന്ന ആ വിഭാഗത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് നമുക്ക് ദ്വാരക്കാം. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ബദരീങ്ങളെ നമ്മൾ മറക്കരുത്. ബദരീങ്ങളെ ഞാനും നിങ്ങളും ഓർക്കണം. ഈ വരുന്ന തിങ്കളാഴ്ചയാണ് 17 രാവാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉച്ചയ്ക്ക് 3 മണിക്ക് നമ്മളിവിടെ ചോറ് കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ വിവരം കൂടി അറിയിക്കുകയാണ്. മഹാന്മാരായ ബദരീങ്ങളെ പറ്റി പറയണം. അവരെ പറ്റി നമ്മൾ സ്മരിക്കണം. നമ്മുടെയൊക്കെ വീടുകളിൽ അവരെ പറ്റി പറയണം. പക്ഷേ നമുക്ക് അവരെ പറ്റി പറയാൻ നമുക്ക് സമയമില്ല. അവരെ ഓർക്കാൻ നമുക്ക് സമയമില്ല. ആ മഹാന്മാരായ ബദരീങ്ങളെ വിളിക്കുമ്പോഴോ വിളിക്കാനോ മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മദ്ഹ് ഗീതങ്ങൾ, നബിയുടെ ശരീരത്തിന്റെ ഓരോ വർണ്ണനകളും വിശേഷിപ്പിക്കുന്നതായ മൗലിദിന്റെയും അതുപോലെ സ്വലാത്തുദ്ദീനിയായുടെയും മജ്‌ലിസുകളിൽ എനിക്കും നിങ്ങൾക്കും പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പുറമെ എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ അഴുക്ക് പറ്റിയാൽ അത് ഞാനും നിങ്ങളും കഴുകി വൃത്തിയാക്കാറുണ്ട്. നാം ധരിക്കുന്ന വസ്ത്രം 1-2 ദിവസം ചിലപ്പോൾ ഉപയോഗിക്കും. ആ ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ വസ്ത്രം നമ്മൾ ശുദ്ധീകരിക്കാറുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ അമ്മ ശുദ്ധി വരുത്താറുണ്ട്. എല്ലാം ശുദ്ധമായ രീതിയിൽ നമ്മൾ ബാഹ്യമായി കൊണ്ട് നമ്മളിങ്ങനെ ശരീരം ശുദ്ധീകരിച്ചുകൊണ്ട് നിസ്കരിക്കാനും നമ്മുടെ വസ്ത്രങ്ങളും ഒക്കെ ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ശുദ്ധിയാക്കാൻ പറ്റാത്ത ഒരു ഹൃദയമുണ്ട്. അതാണ് ആ വസ്തുവാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. ആ ഹൃദയത്തിന് ശുദ്ധി ഉണ്ടെങ്കിൽ, ആ ഹൃദയത്തിന് തെളിച്ചമുണ്ടെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദുനിയാവിലെ ക്ഷീണം ഒരു ക്ഷീണമല്ല, നമ്മുടെ കച്ചവടം ഒരു കച്ചവടമല്ല, നമ്മുടെ മാതാപിതാക്കൾ ഒരു പ്രശ്നമല്ല, നമ്മുടെ മക്കളുടെ പരീക്ഷ ഒരു പ്രശ്നമല്ല. 1 മണിക്കൂറത്തേക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ വന്ന് ആ തറാവീഹ് എന്ന് പറയുന്ന പ്രത്യേകിച്ച് റമദാനിൽ മാത്രം നമ്മളോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ആ നിസ്കാരം നിർവഹിക്കാൻ ഈമാനുണ്ടെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നടക്കാം. ഫർദിന്റെ കൂലിയാണ് സുന്നത്തിനാണെങ്കിൽ ഫർദിന്റെ കൂലിയുണ്ട്. ഈ റമദാനിൽ ഒരു ഫർദ് ചെയ്താൽ 70 ഫർദിന്റെ കൂലി കിട്ടും. അങ്ങനെ ഓഫറുകൾ അല്ലാഹു തആല ചെയ്തിരിക്കുകയാണ്. നാമൊക്കെ പെരുന്നാൾ അടുക്കുമ്പോഴത്തേക്ക് തുണി എടുക്കാൻ വേണ്ടി പോകാറുണ്ട്, പർച്ചേസിംഗിന് വേണ്ടി പോകാറുണ്ട്. എവിടെയാണ് കുറച്ച് ലാഭം കിട്ടുന്നത്, എവിടെയാണ് എന്ന് നോക്കിക്കൊണ്ടാണ് നമ്മൾ കച്ചവടത്തിന് പോകുന്നത്. ഇവിടെ അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ വാ, നിങ്ങൾക്ക് ഞാൻ ലാഭം തരാം, നിങ്ങൾക്ക് ഇതിനെ അധികരിപ്പിച്ച് തരാം എന്ന് അല്ലാഹ് പറഞ്ഞിട്ട് അടിമകളാകുന്ന നമുക്ക് ആ ലാഭവും ആ റിഡക്ഷനും വാങ്ങിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സമയമില്ല. ഞാൻ ചുരുക്കുകയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് മഹറഹ്മത്തിന്റെ, അതായത് മഗ്ഫിറത്തിന്റെ പത്തിലൂടെ കടന്നു പോകുമ്പോൾ ചെയ്തു പോയ സകലമാന ദോഷങ്ങളും ഇറക്കി വെക്ക് റബ്ബിന്റെ മുമ്പിലേക്ക്. ഒന്ന് കണ്ണിന്ന് കരയ്, ഒന്ന് കണ്ണുനീ ഒലിപ്പിക്ക്, ഹൃദയം ഒന്ന് പിടപ്പിക്ക്. ഇത്രയും നാളും ജീവിച്ചില്ലേ അഹങ്കാരിയായി, ധിക്കാരിയായി ജീവിച്ചില്ലേ, മദ്യപാന്മാരായി ജീവിച്ചില്ലേ, ലോട്ടറിയും ചൂതാട്ടവും ഒക്കെ നടന്നില്ലേ, നമ്മള് ഇസ്ലാമിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തില്ലേ? ഇനിയുമെങ്കിലും നമുക്ക് മാറ്റത്തിന് നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു തആല കോലം മറിക്കാത്തതും, അല്ലാഹു തആല ഭൂമിയിലേക്ക് ആഴ്ത്താത്തതും, അല്ലാഹു തആല തീമഴ വർഷിപ്പിക്കാത്തതുമെല്ലാം ഈ ലോകത്തിന്റെ നേതാവ് 14 നൂറ്റാണ്ടുകൾക്ക് ഒരു പ്രാർത്ഥന നടത്തുകയുണ്ടായി. ആ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് ഇരുകാലികളാകുന്ന ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നാഥാ, ഈ ദുനിയാവിൽ വെച്ച് എന്റെ ഉമ്മത്തികളെ നീ കോലം മറിക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തത് കൊണ്ടാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇന്ന് നമ്മള് മനുഷ്യരായിക്കൊണ്ട് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ള ബോധമുണ്ടാകണം. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. 13ാമത്തെ ദിവസമാണ്, 12 ദിവസം പോയി കിട്ടി. പക്ഷേ വീണ്ടെടുക്കാൻ ഇനിയും ശേഷിക്കുന്ന 17 ദിവസങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ നമുക്കൊന്ന് നന്നാകാൻ സാധിക്കും. നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു, സ്വർണത്തെക്കാൾ മാണിക്യത്തെക്കാൾ വിലയുള്ളതാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. പക്ഷേ ആ സമയം നാം നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അനുസരിച്ച് ജീവിക്കണം. വിശുദ്ധമായ റമദാൻ സദഖയുടെ മാസമാണ്, ദാനധർമ്മത്തിന്റെ മാസമാണ്, വിട്ടുവീഴ്ചയുടെ മാസമാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടു കൊടുക്കേണ്ട മാസമാണ്, മാതാപിതാക്കളെ അനുസരിക്കുകയും മാതാപിതാക്കൾ ഹിദ്മത്ത് ചെയ്യുകയും ചെയ്യേണ്ട മാസമാണ്. അല്ലാത്ത മാസങ്ങളിലും വേണം, പക്ഷേ
മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തമില്ല എങ്കിൽ ചെയ്യുന്ന അമലുകളൊക്കെ വൃഥാവിലാണ്. അതുകൊണ്ട് സദഖ ചെയ്യണം. നമ്മൾ പള്ളിക്കാണെങ്കിലും ശരി, നോമ്പ് കഞ്ഞിക്ക് വേണ്ടിയാണെങ്കിലും ശരി, ഇഫ്താറിന് വേണ്ടിയാണെങ്കിലും ശരി, സാധുക്കളെ സഹായിക്കാനാണെങ്കിലും ശരി, നാം സദഖ ചെയ്യണം, നാം ദാനധർമ്മം ചെയ്യണം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ വളരെ പ്രാമുഖ്യമുള്ളത് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പറ്റി വലിയ നീണ്ട ഒരു ഹദീസ് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഹദീസ് പറയാനാണ് വന്നത്. പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് ഉള്ള സമ്പത്തിൽ നിന്റെ ഒരു വിഹരി, നിന്റെ കയ്യിൽ 1,00,000 രൂപ നിലയിൽ ബാലൻസ് ഉണ്ടോ, ഒരു വർഷമുണ്ടെങ്കിൽ നീ 2.5% സക്കാത്ത് കൊടുക്കണമെന്ന് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ആ സക്കാത്ത് കൊടുക്കേണ്ട അർഹതപ്പെട്ടവരെ കണ്ടെത്തി കൊടുക്കണം. അത് ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. അതുപോലെ സദഖകൾ ചെയ്യുക. ആ സദഖ എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളെയൊക്കെ അത് കരിച്ചു കളയും. ഏതുപോലെ തീ ആളിക്കത്തുമ്പോൾ ആ തീയിലേക്ക് വെള്ളമൊഴിക്കുമ്പോൾ ആ തീ കെട്ടുപോകുന്നത് പോലെ നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയുന്നതാണ് സദഖ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി, പള്ളിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇഫ്താറിന് വേണ്ടി, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ദാനധർമ്മങ്ങളും നമ്മൾ ചെയ്യണമെന്ന് സന്ദർഭോചിതമായി ഓർത്തിക്കൊണ്ട് വാക്കുകൾക്ക് വിടാം. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.